ഹലോ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ പത്രമാറ്റ് സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശി ജലജയോട് പറയുകയാണ്, നീ അവനെ ഒന്നുകൂടെ വിളിക്കുക എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട്, ഞാൻ അവനെ വിളിച്ചതാണ്, അവൻ എടുക്കണ്ടേന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മുത്തശ്ശൻ പറയുകയാണ്, ഇന്ന് അവൻ ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ വന്നില്ലെങ്കിൽ പിന്നീട് ഞാൻ അവനെ ഈ വീട്ടിലേക്ക് കയറ്റത്തില്ല എന്നൊരു തീരുമാനം തന്നെ നമ്മുടെ മുത്തശ്ശൻ പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. ഇത് ഒരുപാട് തവണയായി ഞാൻ ഏതാണ്ട് വീഴുമെന്ന് അവൻ്റെ തോന്നൽ. എന്താണെങ്കിലും ഞാൻ വീഴുന്ന സമയത്ത് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ടേ ഞാൻ ചാകുള്ളൂ. പിന്നെ ഇങ്ങനെയുണ്ടോ പിള്ളേർ? മുല്ലപ്പൂ വാങ്ങാനാണെന്നും പറഞ്ഞ് പോയതാണ്, എന്നിട്ട് ഇത്ര നേരമായിട്ട് കാണുന്നില്ല എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ടേ. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇപ്പം അവനെപ്പോഴും ഇങ്ങനെ തന്നെയാണ്, രാത്രിയിലൊക്കെ ഏതെങ്കിലും ഒരു സമയത്താണ് കയറി വരുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ജലജ ഇങ്ങനെ കണ്ണൂരിട്ട് നോക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പോകുന്നതിൻ്റെ ഞാൻ തോന്നുന്നു, എന്നോട് ചെറുതായിട്ടൊരു സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോള് പോയതിന് ശേഷം മോളെ നോക്കാതെയും വിളിക്കാതെയും നടക്കുവാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, അതിൻ്റെ ക്ഷീണം അവനെ ഉണ്ടാവുകയുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, അവനെ മാത്രം കുറ്റം പറയണ്ട അച്ഛാ, വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളും കൂടി അവർക്ക് ഇത്തിരി സമാധാനം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ അവർക്കും ഈ വീട്ടിലേക്ക് കയറി വരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദേവയാനിയുടെ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട്, താൻ ഇത് ആരെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നതെന്ന്. അങ്ങനെ പ്രത്യേകിച്ച് ആരെ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞത്, മൊത്തത്തിലുള്ള കാര്യമൊന്നും പറഞ്ഞതാണ്. അങ്ങനെയൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വണ്ടിയുടെ ഹോണടി കേൾക്കുന്നുണ്ട്. അപ്പം ആദർശ് പറയുന്നുണ്ട്, അവനാന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. കാറ് വന്നിറങ്ങി. അപ്പോൾ നമ്മുടെ അബി ഇങ്ങനെ നടന്ന് കയറി വരിക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അബിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറ്റിമുല്ലേന്ന് അവൻ മുല്ലപ്പൂ പറിച്ചുകൊണ്ട് വരുവാണെന്ന് ഇങ്ങനെ ഇളയച്ചൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വന്നു കഴിയുമ്പോഴത്തേക്കിനും മുത്തശ്ശൻ ചോദിക്കും, നീ എവിടെയായിരുന്നടാ ഇത്രയും നേരം, നിൻ്റെ കയ്യിലൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുവേ. അത് പിന്നെ മുല്ലപ്പൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് എല്ലായിടും നോക്കി മുത്തശ്ശി, പക്ഷെ കിട്ടിയില്ല. അപ്പോഴത്തേക്കിനും നമ്മുടെ ആദർശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, കള്ളം പറയുവാണെങ്കിലും വിശ്വസിക്കാവുന്ന കള്ളം പറയണം. അന്നത്തേക്കും നമ്മുടെ ഇളയച്ചൻ പറയുവാണേ, ഇന്നലെ നിനക്ക് മേടിക്കായിരുന്നല്ലോ, ഇന്ന് തന്നെ അതിന് വേണ്ടിയിട്ട് പോകണമെന്ന് എന്തായിരുന്നു ഇത്ര നിർബന്ധം? അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, നിനക്ക് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ പോരായിരുന്നോ, അവർ മേടിച്ചുകൊണ്ട് വരത്തില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, ശരിക്കും അബി നീ എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കുക. അത് അമ്പലത്തിൽ എന്നിങ്ങനെ പറയുന്നുണ്ടേ. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശൻ പറയുവാണേ, അവനിനി ദൈവങ്ങളെ കൂട്ടുപിടിച്ച് അടുത്ത കള്ളം പറയാൻ പോവാം. എടി ജലജെ, നിൻ്റെ മകൻ ഇനി ജന്മത്ത് നന്നാവാൻ പോകുന്നില്ല. നിൻ്റെ കെട്ടിയൻ നിൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ചെറുപ്പത്തിൽ തന്നെ ഇവിടുന്ന് വിട്ടുപോയി. അതുപോലെ നവ്യമോള് ഇവനെ വിട്ടു പോകുമെന്ന് നീ വിചാരിക്കേണ്ട എന്നിങ്ങനെ മുത്തശ്ശിയും പറയുന്നുണ്ട്. ഇവൻ വഴിവിട്ട് നടക്കുകയാണെങ്കിലേ ഇവനെ ഈ വീടിന് വെളിയിൽ പോകുള്ളൂ എന്നിങ്ങനെ മുത്തശ്ശി എടുത്തു പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, നവ്യമോളും കുഞ്ഞും ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ പറയാണ്, എടാ 7ാം മാസമല്ലേ, വിളിച്ചുകൊണ്ട് പോകുമ്പോഴെങ്കിലും നിനക്ക് ഇത്തിരി മാന്യത കാണിച്ചുകൂടെ? അപ്പോഴത്തേക്കിനും നമ്മുടെ അനി പറയുവേ, എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോയി മേടിച്ചുകൊണ്ട് വന്നിരുന്നേനെന്ന് പറയുവേ. അപ്പോഴത്തേക്കിനും പറയും, അവനതിന് മുല്ലപ്പൂ മേടിക്കാനല്ലല്ലോ പോയത് എന്നിങ്ങനെ മുത്തശ്ശനും പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ്, നയനെ നീ ഒന്ന് വന്നേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ഒരുങ്ങുവാണേ. ഇപ്പം നമ്മുടെ ദേവയാനെ ചോദിക്കുകയാണ്, നീ എന്തിനാ അവളെ വിളിച്ചുകൊണ്ട് ഇപ്പം അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ഭർത്താവ് ഭാര്യനെ വിളിച്ചുകൊണ്ട് പോകുന്നതിന് നിനക്ക് എന്താണെന്ന് ചോദിക്കേ. അപ്പം നമ്മുടെ ദേവയാന പറയുകയാണെ, അല്ലെങ്കിലും അവളോട് ഇത്തിരി കുശുകുശുപ്പ് കൂടുതലായി ഈയിടെയായിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശിൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, പിന്നെ ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നത് മറ്റുള്ളവരും കൂടി കേൾക്കണം. അവൾ വലിയ ഡിസൈനറായി, അവൾക്ക് എന്താ ഇതിന് മാത്രം സംസാരിക്കാനുള്ളത്, അവൾ വലിയ ഡിസൈനറാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇപ്പം തലേ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പം നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, മോളുടെ കഴിവ് നിനക്കുണ്ടായിരുന്നെങ്കിൽ നിന്നെ എല്ലാവരും തലേ വെച്ചുകൊണ്ട് നടന്നേനെ. അതിനുള്ള കഴിവ് നിനക്കില്ലാതെ പോയി, അതിനിപ്പോൾ എന്നെ ആരെ കുറ്റം പറയാനാ? അപ്പം ദേവയാനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, അവൾ മിടുക്കിയായതിലും പ്രശസ്തിയായതിലും അച്ഛനെ കഴിഞ്ഞും അമ്മയെ കഴിഞ്ഞും ആദർശിനെ കഴിഞ്ഞും ഒക്കെ ഏറ്റവും സന്തോഷിക്കുന്നത് ഞാനാണ് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഡ്രാമകളെല്ലാം നമ്മുടെ ഗോവിന്ദനും കനക ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് തലയാട്ടുന്നുണ്ട് കേട്ടോ. അവർ ചിരിക്കുന്നുണ്ട്, പക്ഷേ വെളിയിട്ട് കാണിക്കാൻ പറ്റുന്നില്ലല്ലോ. അതിനുശേഷം ചോദിക്കുന്നുണ്ട്, നീ മദ്യം കഴിക്കാൻ പോയതാണോ, മദ്യസൽക്കാരം ഉണ്ടായിരുന്നോ എന്നാണ് ചോദിച്ചത്, ഭാര്യയുടെ 7ാം മാസ ചടങ്ങായിരുന്നിട്ട്. അപ്പം അഭി പറയുന്നുണ്ട്, ഇല്ല മുത്തശ്ശൻ. അപ്പോൾ മുത്തശ്ശൻ വീണ്ടും പറയുന്നുണ്ട്, അവൻ ഇന്ന് മദ്യപിച്ചുകൊണ്ടാണ് ഈ വീട്ടിലോട്ട് കയറി വന്നിരുന്നെങ്കിൽ അതിൻ്റെ ഫലം അവൻ അനുഭവിച്ചേനെ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ആദർശം നയനെ ഇങ്ങനെ റൂമിലോട്ട് നടന്നു വരിക കേട്ടോ. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ഇന്നലെ മേടിച്ചുകൊണ്ട് വന്ന മുല്ലപ്പൂവില്ലേ, അത് ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കുക. ഇരിപ്പുണ്ടെന്ന് പറയുവേ. അപ്പോൾ അതെടുക്ക്, നമുക്ക് നവ്യക്ക് കൊടുക്കാമെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പം നയനെ പറയുകയാണ്, ആദർശേട്ടൻ എന്തായി പറയുന്നത്,
ഭർത്താവ് മേടിച്ചുകൊണ്ട് വരുന്ന മുല്ലപ്പൂ ഭാര്യ കാത്തിരിക്കുവാണ്. ആ സമയത്ത് നമ്മൾ എന്തിനാ ഇത് കൊടുക്കുന്നത്? ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അബിയെ കൊച്ചാക്കുന്നതിന് സമമല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടേ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവന് കൊച്ചാവണം, അവന് മനസ്സിലാവണം. അല്ലെങ്കിൽ തന്നെ നവ്യ പറയുന്നില്ല നവ്യയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അനിയത്തിയും ചേട്ടനുമാണെന്ന്. അപ്പോൾ അവനിങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ ഒന്നും കൂടെ കൊച്ചാവണം എന്നിങ്ങനെ പറയുകയാണേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൾ കുഞ്ഞുമായിട്ട് മടങ്ങി വരുമ്പോഴത്തേക്കിനും അവൻ അവളെ സ്നേഹിക്കണം. അവനിപ്പോൾ ചെറുതായിട്ട് ചേച്ചി സ്നേഹിക്കുന്നൊക്കെ ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് എന്നിങ്ങനെ നയന പറയുന്നുണ്ടേ. അപ്പോൾ നമ്മുടെ ആദർശ് ഇങ്ങനെ പറയുന്നുണ്ടേ, എന്ത് സ്നേഹം, കാര്യലാഭത്തിന് വേണ്ടിയിട്ട് മാത്രം സ്നേഹിക്കുന്നവനാണ് അബി. അവൻ്റെ അമ്മയോട് പോലും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവനോട് മാത്രമേ സ്നേഹമുള്ളൂ. അതുപോലെ രണ്ടിനും ഒരു സ്വഭാവം ആയതുകൊണ്ട് ഒരു നുഖത്തിൽ കെട്ടുകയും ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയുന്നുണ്ട്, എത്ര പ്രതീക്ഷയോടെയാണ് ചേച്ചി കാത്തിരുന്നത്. സമയത്തിന് വന്നതുമില്ല, പുറത്തേക്ക് പോയ കാര്യം സാധിച്ചതുമില്ല. അവൻ പറഞ്ഞൊക്കെ നീ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവന് നല്ല ടെൻഷനുണ്ട്. അവൻ ഏത് ഏടാകൂടത്തിൽ പോയിട്ട് ചാടിയിട്ടാണ് അവൻ വന്ന് നിൽക്കുന്നത് എന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ടേ. അതിലൊന്ന് പെൺവിഷയം അല്ലെങ്കിൽ സാമ്പത്തികം, ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണ്. അപ്പം നമ്മുടെ നയന പറയുകയാണ്, അയ്യോ സാമ്പത്തികമായാൽ മതിയായിരുന്നു, പെൺവിഷയമാകാതിരുന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ടേ. അവൻ്റെ സ്വഭാവമല്ലേ, ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ തറവാട്ടിലെ ഏറ്റവും വൃത്തികെട്ട സ്വഭാവമുള്ള ആളാണ് അബി. ചെറുപ്പത്തിലെ തന്നെ ഒരുപാട് തല്ലുകൾ അവന് കിട്ടിയിട്ടുണ്ട്. ഈ കുടുംബത്തിലെ സന്തതിയല്ല എന്നിങ്ങനെ ആദർശ് പറയുകയാണ്. എനിക്ക് ചേച്ചി ഓർത്തിട്ടാണ് സങ്കടം. ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷവും അബിയുടെ സ്വഭാവം ഇതുപോലെ തന്നെ തുടരുകയാണെങ്കിൽ ചേച്ചിക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചേച്ചി ആയതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. എന്താണെങ്കിലും നവ്യോട് കുറച്ച് ബോൾഡ് ആവാനായിട്ട് നീ പറയണമെന്ന് ആദർശ് പറയുന്നുണ്ടേ. എന്താണെങ്കിലും അവൻ പോയെന്നാലും നവ്യയും കുഞ്ഞും ഈ വീട്ടിലുണ്ടാവുമെന്ന് അവനൊരു ബോധ്യം ഉണ്ടാവണം. കൂടാതെ തന്നെ പറയുന്നുണ്ട്, 10 തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്ത് ഇവിടെ അനന്തപുരി തറവാടിനുണ്ട്. അതുകൊണ്ട് നവ്യയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന സ്ഥാനം ചെറുതല്ലല്ലോ ആദർശേട്ടാ എന്നിങ്ങനെ നമ്മുടെ നയന പറയുവാണ്. അപ്പോഴത്തേക്കിനും ഇങ്ങനെ ആദർശ് ദേഷ്യത്തോടെ സംസാരിക്കുകയാണ്. ഇതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. എടി, കുഞ്ഞിൻ്റെ അച്ഛൻ എല്ലാ കാര്യങ്ങളും മറന്ന് ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ പിന്നെ അവനെ താണു വഴങ്ങി ജീവിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. നവ്യയെ കരയിച്ചാലേ അതിൻ്റെ നഷ്ടം അവനാണെന്നുള്ള ബോധം അവനുണ്ടാവണം. എങ്കിലേ അവൻ മര്യാദയ്ക്ക് നിൽക്കുകയുള്ളൂ. നീ ആ പൂവെടുത്ത് നവ്യക്ക് കൊടുക്കുക എന്ന് പറയുക. അപ്പം നമ്മുടെ നയന പൂവെടുക്കാനായിട്ട് പോവുകയാണേ. അതിനുശേഷം നമ്മുടെ ആദർശം നയനയും കൂടെ ഇങ്ങനെ സ്റ്റെയർ കേസ് ഇറങ്ങി വരുവാണ്. അപ്പം നമ്മുടെ നവ്യയും അഭയും ഇങ്ങനെ ഇരിക്കുക കേട്ടോ, ഫംഗ്ഷൻ തുടങ്ങാനായി. അപ്പോഴത്തേക്കിനും നമ്മുടെ നവ്യ പൂവ് എടുത്തുകൊണ്ടുപോയി തലയിൽ ചൂടിയിട്ട് പറയുകയാണ്, ഇനി പൂവിൻ്റെ ഒരു കുറവ് വേണ്ട എന്ന് പറഞ്ഞിട്ട് തലയിൽ ചൂടി കൊടുക്കുവേ. അപ്പോഴത്തേക്കിനും ജലജി ഇങ്ങനെ നോക്കും കേട്ടോ. എന്നിട്ട് നവ്യ അഭിയെയും നോക്കുവേ. അവനിങ്ങനെ ആകെപ്പാടെ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ ഇരിക്കുക കേട്ടോ. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, മോള് ദേഷ്യത്തോടെ നിന്നെ നോക്കിയത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോ? മുല്ലപ്പൂവിന് വില കുറവാണെങ്കിലും അത് മേടിച്ച് കൊടുക്കേണ്ട ആൾ മേടിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ സന്തോഷം, അതിൻ്റെ സൗന്ദര്യവും ഗുണവും ഒക്കെ ഉണ്ടാവും. അല്ലേ മോളെ എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുവേ. അന്നേരത്തേക്കിനും നമ്മുടെ നവ്യ പറയുകയാണെ, അതെനിക്ക് വിധിച്ചിട്ടില്ല മുത്തച്ഛ. എല്ലാം പോട്ടെ, ഇനി നമുക്ക് ചടങ്ങ് തുടങ്ങാം. ഇങ്ങനെ തന്നെ മധുര പലഹാരങ്ങൾ മക്കളുടെ വായിലോട്ട് വെച്ച് കൊടുക്കാൻ പറഞ്ഞ് മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പം നമ്മുടെ മുത്തശ്ശിനെടുത്ത് വായിലൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് കൊടുക്കുവാണ്. നമ്മുടെ ഗോവിന്ദൻ കൊടുക്കുന്നുണ്ട്, കനക കൊടുക്കുന്നുണ്ട്, മുത്തശ്ശി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സന്തോഷം ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ എല്ലാവർക്കും. അതുപോലെ തന്നെ നമ്മുടെ ചെറിയച്ഛൻ കൊടുക്കുന്നുണ്ട്, ജാനകി അമ്മ കൊടുക്കുന്നുണ്ട്, ദേവയാനി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടു കൂടി വായിലൊക്കെ വെച്ച് കൊടുക്കുവാണ്. അതിനിടയ്ക്ക് നമ്മുടെ അനി ഒരു പണി പറ്റിക്കുന്നുണ്ട് കേട്ടോ. ഫോൺ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് വിടുകയാണ്, ഞാൻ എടുത്ത് തന്ന ഡ്രസ്സ് നന്നായിട്ടുണ്ട് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അനി കള്ളത്തരം കാണിക്കുകയാണ് മെസ്സേജിലൂടെ. അതിനുശേഷം മധുരം എടുത്തിട്ട് അബി നമ്മുടെ നവ്യയ്ക്ക് വായി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നവ്യയും അബിയുടെ വായിലോട്ട് വെച്ച് കൊടുക്കണമല്ലോ. അവൾ വേണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തോട്ട് പോലും നോക്കാതെ വേറെ ദിശയിലേക്ക് നോക്കിയിട്ട് അവൻ്റെ വായിലേക്ക് മധുരം എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എടാ, ഇനി പ്രസവവും നൂലുകെട്ടും ഒക്കെ കഴിഞ്ഞിട്ടേ നവ്യ ഇങ്ങോട്ടേക്ക് വരുള്ളൂ. അതുകൊണ്ട് നീ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് പോവുകയും വിളിക്കുകയൊക്കെ ചെയ്യണം എന്നിങ്ങനെ പറയാം. അപ്പം അഭി പറയുകയാണ്, അതെന്നോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യകതയില്ലല്ലോ അമ്മാവ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ അനിയുടെ അച്ഛൻ പറയുന്നുണ്ട്, നിന്നോടായതുകൊണ്ട് പറയേണ്ട ആവശ്യകതയുണ്ട്, മറ്റുള്ളവരായിരുന്നെങ്കിൽ കണ്ടറിഞ്ഞ് ചെയ്തേനെ. അപ്പോഴത്തേക്കും നമ്മുടെ അബിയുടെ സൗണ്ട് അങ്ങ് ഉയരുകയാണ്. എന്നെ എന്തിനാ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുന്നത്? ദേ ഇവിടെ ഒരുത്തൻ നിൽക്കുന്നു, അവൻ്റെ ഭാര്യയാണ് ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല, അവൾ വന്നിട്ടില്ലല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ അനി പറയുന്നുണ്ട് കേട്ടോ, വെറുതെ നിൻ്റെ പ്രശ്നങ്ങൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് എൻ്റെ തൊളി ചാരല്ലേനെ. അപ്പോൾ മുത്തശ്ശൻ പറയവേ, രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്, അത് മനസ്സിലാക്കിയിട്ട് തിരുത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം.
അപ്പോഴത്തേക്കും നമ്മുടെ അബി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, വല്ലാത്തൊരു മാനസിക പിരിമുറുക്കത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്, ഇതുവരെ ഇല്ലാത്തൊരു ടെൻഷൻ. ഇവളെ ഇനി പ്രസവിച്ച് കുഞ്ഞിനെ ആയിട്ട് വരുമ്പോഴത്തേക്കിനും അനഘ കുഞ്ഞിനെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് എൻ്റെ പേടിയിൽ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് ടെൻഷനാകും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശി ചോദിക്കുന്നുണ്ട്, എന്താടാ ഇത്ര ഗാഢമായിട്ട് ചിന്തിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ പറയുകയാണേ, അതെ അതെ, ഇവിടെ ഫംഗ്ഷൻ നടക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സ് ഇവിടെ ഒന്നുമല്ല, എന്തോ ഗാഢമായിട്ടുള്ള ചിന്തയിലാണ്. എടാ, നിന്നെ ഇപ്പോൾ ജോലിയിൽ നിന്ന് താഴ്ത്തിയിരിക്കുകയാണ്. അവിടെ നിന്നൊരു മാറ്റം വരുത്തണമെങ്കിൽ നിൻ്റെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം പരമാവധി മാറ്റണം. അപ്പോഴത്തേക്കിനും നമ്മുടെ അഭി പറയുന്നുണ്ട്, ഞാൻ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം മുത്തശ്ശ. അപ്പോഴത്തേക്കും നമ്മുടെ അനി പറയുന്നുണ്ട്, ഇനി എല്ലാവരും കൂടെ ഒന്ന് നിന്നേ, ഞാനൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ എണീച്ച് നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനും അനി ആദ്യം തന്നെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ക്യാമറ എടുത്തിട്ട് നമ്മുടെ കനകയും അതുപോലെ തന്നെ നന്ദുവിനെയാണ് ഫോട്ടോ എടുക്കുന്നത്. അത് സൂം ആക്കിയിട്ട് അവരെ തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ നന്ദുവിനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും നന്ദു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൻ എന്താ ഇത് എൻ്റെ ഫോട്ടോ മാത്രമാണോ എടുക്കുന്നത്, വേറെ ആരുടെ എടുക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ നന്ദു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം അബി അവിടെ അങ്ങ് നിൽക്കുന്നില്ല കേട്ടോ. അവൻ പെട്ടെന്ന് ഇങ്ങനെ മേലോട്ട് കയറി വരികയാണ്, ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ജലജയും മുത്തശ്ശിയും കൂടെ പുറകെ കയറി വരുന്നുണ്ട്. എടാ, നിനക്ക് എന്താ പറ്റിയത് എന്നിങ്ങനെ ജലജ ചോദിക്കും. അപ്പം മുത്തശ്ശി വന്നിട്ട് ചോദിക്കുക, നിന്നെ ആരെങ്കിലും പേടിപ്പിച്ചോ എന്ന് ചോദിക്കുവേ. ഇല്ല, വേറൊന്നും ഇല്ല, പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ നീ എന്താ വരാൻ ലേറ്റ് ആയത് എന്ന് ചോദിക്കുമ്പം പറയും, ഞാൻ കുറച്ച് സമയം അമ്പലത്തിൽ ചിലവഴിക്കേണ്ടി വന്നു, അതുകൊണ്ടാണെന്നൊക്കെ പറയും കേട്ടോ. അബി ഇറങ്ങാൻ പോവുമല്ലേ, നിനക്ക് അവളെ ഒന്ന് ചെന്നിട്ട് ആശ്വസിപ്പിച്ചുകൂടെ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ മുത്തശ്ശി. നീ അങ്ങോട്ടേക്ക് വാന്ന് പറയേ. അപ്പോൾ അബി അടുത്ത കടത്തര ഇറക്കുവേ. എനിക്ക് അവളോട് യാത്ര പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മുത്തശ്ശി എന്നിങ്ങനെ പറയുകയെ. അപ്പോഴത്തേക്കും അതെന്താണ് നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുക. അവൾ ഇറങ്ങാൻ നിൽക്കുകയല്ലെന്ന് ചോദിക്കുക. അപ്പോൾ ജലജ പറയുകയാണ്, അവൾ ഇറങ്ങുന്നതിൻ്റെ സങ്കടമാണ് മുത്തശ്ശി എന്നിങ്ങനെ പറയുവേ. എവിടെ, നീ വീട് വിട്ട് പോയാൽ പോലും കൂടെ സങ്കടപ്പെടാത്ത ഇവരാണോ നവ്യ പോയെന്നാൽ സങ്കടപ്പെടുന്നത് എന്നിങ്ങനെ മുത്തശ്ശി വീണ്ടും ചോദിക്കുന്നുണ്ട്. ഇവൻ ഇങ്ങനെ ആരോടും സഹതാപവും ഇല്ല സ്നേഹവും ഇല്ല എന്നിങ്ങനെയൊക്കെ മുത്തശ്ശി പറയുകയാണേ. അപ്പോഴത്തേക്കും നമ്മുടെ അഭി പറയുന്നുണ്ട്, എൻ്റെ മനസ്സ് ഈ വീട്ടിൽ ആർക്കും പിടികിട്ടത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, പിടികിട്ടത്തില്ല, നിൻ്റെ സ്വഭാവം അങ്ങനെയാണല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി എന്തിനാണ് ഇവനെ ഇങ്ങനെ വഴക്ക് പറയുന്നത് എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പം നിനക്കറിയത്തില്ല ഇവനെ എന്തിനാണ് വഴക്ക് പറയുന്നതെന്ന്, ഇവൻ ഈ ചടങ്ങിന് വരുമോ എന്ന് പോലും കൂടെ അറിയത്തില്ലായിരുന്നു. എത്രമാത്രമാണ് നവ്യനെയും അവരുടെ വീട്ടുകാരെയും ഇന്നത്തെ ദിവസം അവൻ വിഷമിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ അവൾക്ക് വേണ്ടിയിട്ടാണ് അമ്പലത്തിൽ പോയത്. നിൻ്റെ ഈ അമ്പലക്കഥ കളവാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതും വിചാരിച്ചുകൊണ്ട് നീ ഇരിക്കണ്ട. അപ്പം മുതശ്ശി വീണ്ടും പറയുന്നുണ്ട്, മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട്. തന്നെയല്ല, നീ മടങ്ങി വന്നപ്പോൾ നിൻ്റെ മുഖത്ത് ഒരുപാട് ഭയവും ഉണ്ടായിരുന്നു. അത് പിന്നെ എല്ലാവരും കാത്തിരിക്കുകയല്ലേ, മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് എനിക്ക് ഭയമായത്. ശരി ശരി, എന്നാൽ അങ്ങോട്ട് ചെല്ല് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി നമ്മുടെ അബീനെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജലജ പറയുന്നുണ്ട്, എന്തിനാ അവനെ ഇങ്ങനെ കൊച്ചാക്കുന്നത്, എല്ലാവരുടെ മുന്നിൽ അവനൊരു കോമാളിയായിട്ട് ഇങ്ങനെ നിൽക്കുകയെന്ന് പറയാം. അന്നത്തേക്കിനും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, ശരിയാണ്, അവനൊരു കോമാളിയായിട്ട് നിൽക്കുക, അവൻ ഇന്നൊരു കുട്ടിയുടെ അച്ഛനാവാൻ പോവുകയാണ്, എല്ലാ കാര്യത്തിലും അവനൊരു കൃത്യനിഷ്ഠ ഉണ്ടാവണ്ടേ. നവ്യമോൾ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. മോളുടെ വരിയിൽ ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം മോൾക്ക് വേണ്ടുന്ന ഒരു കാര്യങ്ങളും അവൻ ചെയ്തു കൊടുത്തിട്ടില്ല. അവൾക്ക് ആദർശം നയനയും ചെയ്തു കൊടുക്കുന്ന അത്രയും കാര്യങ്ങൾ പോലും കൂടെ അഭി ചെയ്തു കൊടുക്കുന്നില്ല. നിൻ്റെ കാര്യം പറയുകയും വേണ്ട. ഒരു അമ്മായിമ്മ എന്ന രീതിയിൽ നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ. നിങ്ങളൊന്നും ചെയ്യാത്തതിലൊക്കെ അവൾ വെളിയിൽ പറയുന്നില്ലെങ്കിൽ അവൾക്ക് ഒരുപാട് സങ്കടമുണ്ട്. അതൊക്കെ നീ മനസ്സിലാക്കണം, തിരിച്ചറിയണം. എന്നിട്ട് നീ നിൻ്റെ മോനെ തിരുത്തണം. അപ്പോഴേ നീ ഒരു നല്ലൊരു അമ്മയാവുകയുള്ളൂ എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും ജലജി ഇങ്ങനെ നോക്കുന്നുണ്ട്. അമ്മ മാത്രമല്ല, ഇനിയിപ്പോൾ ഒരു അമ്മൂമ്മയും കൂടെ ആകാൻ പോവുകയാണ്, അത് മറക്കണ്ട എന്നിങ്ങനെ വാണിംഗ് കൊടുത്തിട്ടാണ് മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യ ഇങ്ങനെ റൂമിലിരിക്കുകയാണ്. അപ്പോഴത്തേക്കിനും അഭി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നവ്യ ചാടി എണീച്ചിട്ട്, കണ്ടോടാ, കണ്ടോ ഇത്, നീ കാണ്, എൻ്റെ അനിയത്തി ആദർശേട്ടൻ അവൾക്ക് ചൂടാൻ വേണ്ടിയിട്ട് മേടിച്ചു കൊടുത്ത മുല്ലപ്പൂവാ, അതാണ് എനിക്ക് കൊണ്ടു തന്നത്. നീ അമ്പലത്തിലേക്കല്ല പോയത്, നീ മുല്ലപ്പൂ മേടിക്കാനും അല്ല പോയത്, നീ എവിടേക്കാണ് പോയത്? അപ്പോൾ നമ്മുടെ അഭി പറയാണ്, ഒന്ന് പതിയെ പറ നവ്യേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം എന്തിനു പതിയെ പറയണം, ആ ഒരു ബോധം നിനക്ക് വേണമായിരുന്നു. ഇന്ന് നീ പോവുമല്ലോ, അപ്പോൾ നിനക്ക് സന്തോഷത്തോടു കൂടി പോവണ്ടേ, നീ ഒന്ന് ശാന്തമാവുക എന്നിങ്ങനെ വീണ്ടും അഭി പറയുന്നുണ്ട്. നീ ഇവിടെ ഇല്ലാതെ എല്ലാവരും നിനക്ക് വേണ്ടി കാത്തിരുന്നെന്നറിയോ, എവിടെയൊക്കെ തെണ്ടി തിരിഞ്ഞിട്ട് വന്നിരിക്കുക എന്നിങ്ങനെ പറയുക. അപ്പോൾ നമ്മുടെ അഭി പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് സംഘർഷമുണ്ട് നവ്യ, ഒരുപാട് സങ്കടങ്ങളുണ്ട്. എന്നിട്ട് പതിയെ ഇങ്ങനെ അഭി നവ്യയുടെ ഇങ്ങനെ തുളത്ത് തൊടാൻ വേണ്ടിയിട്ട് ചെല്ലുവേ. അപ്പോഴത്തേക്കും നവ്യ ഇങ്ങനെ കൈ തട്ടി മാറ്റും കേട്ടോ. 7 മാസത്തെ ചടങ്ങിന് പോലും പ്രാധാന്യമില്ല. ഇനി കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ കുഞ്ഞിനെ കാണാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആ സമയത്ത് നിൻ്റെ ഏടനും അനിയനും ഉണ്ടാവും, മറ്റെല്ലാവരും ഉണ്ടാവും. ആ സമയത്തും നീയും നിൻ്റെ അമ്മയും അവിടെ ഉണ്ടാവില്ല.
കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഈ കുഞ്ഞ് ജനിക്കരുതെന്നാണ് നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ അഭി പറയുന്നുണ്ട്, അങ്ങനൊന്നുമല്ല, നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് നവ്യ. അത് ഞാൻ പോകുന്നതിനുള്ള സ്നേഹമായിരിക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള സ്നേഹം അല്ലെന്ന് പറഞ്ഞില്ലേ. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിനക്കത് മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവും എന്നിങ്ങനെ അഭി പറയുന്നുണ്ട്. അപ്പം നമ്മുടെ നവ്യ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ആർക്കും മനസ്സിലാവില്ല, ജീവിതത്തിൽ ഇതുപോലൊരു ഭർത്താവിനെ ആർക്കും കിട്ടരുത് എന്നിങ്ങനെ നവ്യ കരയോ കേട്ടോ. മോളെ നവ്യ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി വീണ്ടും തോളത്ത് കൈയിടാൻ വരുന്നുണ്ട്. അപ്പോൾ തട്ടി മാറ്റുന്നുണ്ട്, ഇന്നത്തെ ദിവസം നീ അലമ്പൊന്നും ഉണ്ടാക്കരുത്, മനസ്സ് വിഷമിക്കാതെ വേണം നീ ഇന്ന് നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും അനീതയുടെയും കൂടെ പോവാൻ. അതിന് മുന്നേ തന്നെ നീ എന്നെ വിഷമിപ്പിച്ചല്ലോ. എൻ്റെ വയറ്റിൽ കുഞ്ഞ് ജനിച്ച ശേഷം ഇതുവരെ നീ എനിക്ക് മനസ്സമാധാനം തന്നിട്ടില്ല. ഇടയ്ക്ക് എപ്പോഴോ സ്നേഹിച്ചിരുന്നു, പിന്നീട് അഭിനയമാണെന്ന് അതും മനസ്സിലായി. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഒരു പെണ്ണ് അനുഭവിക്കുന്ന വേദനയുണ്ട്, അത് സ്വന്തം കുഞ്ഞിനെയാണ് ബാധിക്കുന്നത്. അപ്പം നമ്മുടെ അഭി പറയുന്നുണ്ട്, നമ്മുടെ കുഞ്ഞിനെ തൊട്ട് ഞാൻ സത്യം ചെയ്യാം. അപ്പോഴത്തേക്കും നവി ഇങ്ങനെ പറയും, വേണ്ട വേണ്ട, വേണമെങ്കിൽ നീ നിൻ്റെ അമ്മേനെ തൊട്ട് സത്യം ചെയ്താൽ മതി. എല്ലാവരെയും തൊട്ട് ഞാൻ സത്യം ചെയ്യുക, ഇനി ഞാൻ നിന്നെ സങ്കടപ്പെടുത്തത്തില്ല, സത്യമായിട്ടും സങ്കടപ്പെടുത്തത്തില്ല. അപ്പോഴത്തേക്കിനും നമ്മുടെ നവിക്ക് മനസ്സിലാവുന്നുണ്ട്, ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ അഭി ഇങ്ങനെ കൈ ഇങ്ങനെ നീട്ടും കൂട്ടോ. അപ്പോഴത്തേക്കിനും അവൻ്റെ നെഞ്ചത്ത് ചേർന്ന് കെട്ടിങ്ങനെ നവ്യ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. നീ വരാതിരുന്നപ്പോഴത്തേക്കിനും എനിക്ക് ഒരുപാട് സങ്കടമായി, നീ വരത്തില്ലെന്നാണ് വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറഞ്ഞ് കരയുക കേട്ടോ. എന്നിട്ട് അബിയുടെ നെഞ്ചത്തു നിന്നൊക്കെ എണീറ്റിട്ട് ഇങ്ങനെ പതിയെ ചോദിക്കുക, അല്ല നീ എവിടെയാണ് പോയത് എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ അബി ഇങ്ങനെ പരതുവേ, കുറച്ച് സാമ്പത്തിക പ്രശ്നമുണ്ട്, അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പോയതാണെന്നിങ്ങനെ പറയുവേ. എനിക്ക് വേണ്ടിയിട്ട് നീ ഒന്നും ചിലവാക്കുന്നില്ലല്ലോ, പിന്നെ എവിടുന്നാണ് എങ്ങനെയാണ് നിനക്ക് ഈ സാമ്പത്തിക പ്രശ്നം വന്നത്? അതൊക്കെ ഞാൻ നിന്നോട് പിന്നെ പറയാം, നീ ഇപ്പം നിൻ്റെ മുഖത്തെ സങ്കടങ്ങളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഫ്രഷ് ആവുക എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അബി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയും കനകേനെയാണ്. എടാ നന്ദു നോക്ക്, അമ്മായിയമ്മയും മരുമോളും നല്ല സ്നേഹത്തിലല്ലേ, എന്നിട്ട് അവർ അഭിനയിക്കുന്ന കണ്ടോ? ചേട്ടനും അറിഞ്ഞിട്ടില്ലെന്നാ തോന്നുന്ന അമ്മേ നിങ്ങനെ നന്ദു പറയാന്നപ്പം നമ്മുടെ കനക പറയാണ്, രണ്ടുപേരും 100% എല്ലാവരുടെയും കണ്ണ് മൂടിക്കൊട്ടിക്കൊണ്ടാണ് കളിക്കുന്നത്, അത് ഉറപ്പായിട്ട് നമുക്ക് പൊളിക്കണമെന്ന് പറയാം കേട്ടോ. അപ്പം അതിനിപ്പോൾ എന്താ വേണ്ടത്? നമ്മൾ കൂടെ പോകുമ്പോൾ ചേച്ചിയും കൂടെ വേണം എന്നിങ്ങനെ നന്ദു പറയുവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കനക ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക്